കുടുംബമെന്ന വ്യവസ്ഥിതി കൽപ്പിച്ചു തന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, കുടുംബജീവിതത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും പരിശോധിക്കുന്നതിനും തിരുമേനി സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുവചനം സംസാരിക്കുന്ന അടിയനെയും കേൾക്കുന്ന നിൻ്റെ മക്കളെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് മാനവും മഹത്വവും എടുക്കണം. യേശു രക്ഷിതാവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുന്നു. 2024 അവസാന ഞായറാഴ്ചയാകുന്നു ഇന്ന്. കഴിഞ്ഞ ഒരു വർഷം നമ്മെ നടത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നതിനും പുതിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ പുതുവർഷത്തെ വരവേൽക്കുന്നതിനും നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ ചെയ്യട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മധ്യകേരള മഹായിടവകയുടെ പഞ്ചാംഗം അനുസരിച്ച് വർഷാവസാന ഞായറാഴ്ച കുടുംബ ഞായറായിട്ടാണ് ആചരിക്കുന്നത്. ആ വിഷയം ആസ്പദമാക്കിയാണ് നമ്മുടെ പാഠഭാഗങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. നാം ഈ വർഷം കുടുംബ ഞായറായി ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നത് 2025 ഫെബ്രുവരി മാസം 3-ാം ഞായറാഴ്ചയാണ്. അതിനുള്ള ക്രമീകരണം ചെയ്തു. അന്നത്തേക്ക് പ്രസംഗിക്കാനായിട്ടുള്ള ആളിനെയും ക്ഷണിച്ചിട്ടുണ്ട്. എങ്കിലും ഇന്നത്തെ വേദഭാഗങ്ങളെല്ലാം കുടുംബവുമായി ബന്ധപ്പെട്ട് വരുന്നതുകൊണ്ട് കുടുംബത്തെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ഇന്നിവിടെ വായിച്ചു കേട്ട ഈ വാക്യം ഒരു പ്രാർത്ഥനയാണ്, ഒരു സമർപ്പണമാണ്. ദൈവസന്നദ്ധിയിൽ കുടുംബമായി ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണഭൂതനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ മുട്ടുകുത്തുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കുടുംബജീവിതം സങ്കീർണമാണ് എന്ന് നമുക്കറിയാം. എല്ലായ്പ്പോഴും അതിന് ഇളങ്കാറ്റിൻ്റെ ശാന്തതയും മഴവില്ലിൻ്റെ ശോഭയും പ്രതീക്ഷിക്കുന്നത് അബദ്ധമാണ്. കൊടുങ്കാറ്റിൻ്റെ ഇരമ്പലും ആർത്തു പെയ്യാൻ കാത്തു നിൽക്കുന്ന മഴമേഘങ്ങളുടെ ഇരുളിമയും വൈവാഹിക ജീവിതത്തിൻ്റെ ഭാഗമാണ്. ദാമ്പത്യം ഇണക്കവും പിണക്കവും സ്നേഹവും ദേഷ്യവും ചിരിയും കരച്ചിലുമെല്ലാം ഇടകലർന്നതാണ്. എല്ലാ ബന്ധങ്ങളെക്കാളും പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടുള്ളതും കുടുംബ ബന്ധമാണ്. ദൈവത്തെയും പ്രാർത്ഥനയെയും മാറ്റി നിർത്തി കുടുംബജീവിതം നയിക്കുന്നവരുടെ പരസ്പര ബന്ധം കാറ്റത്തെ കിളിക്കൂട് പോലെ ആടിയുലയും. ദൈവകൃപയില്ലാത്ത കുടുംബജീവിതം മേൽക്കൂരയില്ലാത്ത കെട്ടിടം പോലെയാണ്. റഷ്യയിലെ ടാർട്ടാർ വാസികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു ചൊല്ല് ഇപ്രകാരമാണ്: കപ്പൽ യാത്രയ്ക്ക് മുമ്പ് ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുക, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് 2 പ്രാവശ്യം പ്രാർത്ഥിക്കുക, വിവാഹ നിശ്ചയത്തിനു മുമ്പ് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്,
കുടുംബജീവിതം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയാണ്. നമ്മുടെ തോമസ് സാമുവൽ സീനിയർ അച്ഛൻ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്നവർക്ക് കൊടുക്കുന്ന സന്ദേശത്തിൽ പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണം, ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ജാറാണ്. വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒന്ന്. അത് സോപ്പ് തേച്ച് നമ്മൾ കഴുകുമ്പോൾ പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ബന്ധമാണ് കുടുംബ ബന്ധം എന്നതിന് തർക്കമൊന്നുമില്ല. പ്രാർത്ഥിക്കുന്ന കുടുംബം തങ്ങൾക്ക് ചുറ്റും ബലവത്തായ കോട്ട പണിയുകയാണ്. പ്രാർത്ഥനയുടെ ശക്തി അനുഭവിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു തോബിയാസ്. അപ്പോക്രിഫ ഗ്രന്ഥം നിങ്ങൾ കേട്ടിട്ടുണ്ട്. നമുക്ക് CSSൽ അത് വാങ്ങിക്കാനും കിട്ടും. അതിലെ ഒരു പുസ്തകമാണ് തോബിത്ത്. അതിലൊരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. തോബിയാസ് എന്ന മനുഷ്യൻ ഭാര്യയായി സ്വീകരിച്ച സാറ ഭർതൃഭാഗ്യമില്ലാത്തവളായിരുന്നു. ദുഷ്ടശക്തികളുടെ പ്രവർത്തനം മൂലം അവൾ മുമ്പ് വിവാഹം കഴിച്ച 7 ഭർത്താക്കന്മാരും ആദ്യ രാത്രിയിൽ തന്നെ മരിച്ചു വീണു. വിവാഹ ചടങ്ങിന് ശേഷം മണവറയിൽ തനിച്ചായപ്പോൾ തോബിയാസ് സാറായോട് പറഞ്ഞു, നമുക്കെഴുന്നേറ്റ് കർത്താവിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡീകമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ സ്നേഹത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിൽ എത്തുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലുമെന്ന് പ്രാർത്ഥിച്ചു. സുദീർഘമായ ദാമ്പത്യ ജീവിതം നയിച്ചു എന്നാണ് തോബിത്തിൻ്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മേനിയും തമ്മിലുള്ള ചേർച്ചയേക്കാൾ ഉപരി മനസ്സും തമ്മിലുള്ള മേളനമാണ് വിവാഹം. എവരി വെഡ്ഡിങ് ഈസ് എ വെൽഡിങ്. ദൈവം വിളക്കി ചേർക്കുന്നവയാണ് ഓരോ വിവാഹവും. കുടുംബജീവിതത്തെക്കുറിച്ച് വളരെയധികം എഴുതിയിട്ടുള്ള ഫുൾട്ടൺ ഷീൻ അദ്ദേഹം പറഞ്ഞു, 3 to get married. മണവാളനും മണവാട്ടിയും മാത്രമല്ല വിവാഹത്തിൽ ഒരുമിക്കേണ്ടത്, ദൈവവും കൂടെ ഒരുമിക്കുന്നതായിരിക്കണം കുടുംബജീവിതം എന്ന്. നമുക്കറിയാം, നമ്മുടെ വിവാഹ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു ഉടമ്പടി പ്രതിജ്ഞ ഏറ്റെടുക്കലാണ്. ഉടമ്പടി ഏറ്റെടുക്കലാണ്, അല്ലെങ്കിൽ ഉടമ്പടി ബന്ധമാണ് വിവാഹ ജീവിതമെന്ന് നാം സഭയായി പഠിപ്പിക്കുന്നു. അവിടെ അവർ ഏറ്റുചൊല്ലുന്നത്, ഇനിമേലാൽ നന്മയിലും തിന്മയിലും ഐശ്വര്യത്തിലും ദീനത്തിലും ദുഃഖത്തിലും മരണം നമ്മെ വേർപിരിക്കുന്നതുവരെ. ഇത് വളരെ പ്രധാനമാണ്. ഇതൊരു കോൺട്രാക്റ്റ് അല്ല മാര്യേജ് എന്ന് പറയുന്നത്. 10 വർഷത്തേക്കോ 2 വർഷത്തേക്കോ 3 ദിവസത്തേക്കോ ഉള്ള ഒരു കോൺട്രാക്റ്റ് അല്ല വിവാഹം. വിവാഹം എന്ന് പറയുന്നത് ഒരു കവനൻ്റാണ്, ഒരു ഉടമ്പടിയാണ്. ആ ഉടമ്പടി ആജീവനാന്ത ബന്ധമാണ്. ഈ കാലഘട്ടത്തിൽ അത് വളരെ പ്രസക്തമാണ്. എന്തിനും ഏതിനും, ഒരു സൗന്ദര്യപ്പിണക്കത്തിനു പോലും വിവാഹബന്ധം വലിച്ചെറിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന യുവജനങ്ങൾ ഇന്ന് വളരെ കൂടുതലാണ്. ഈ കാലഘട്ടത്തിൽ അത് നാം വളരെ പ്രധാനമായി ചിന്തിക്കണം. നാം എടുക്കുന്ന തീരുമാനം, ദൈവസന്നിധിയിൽ ചെയ്യുന്ന ഉടമ്പടി, അത് 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഉള്ളതല്ല. അതൊരു ആജീവനാന്ത ഉടമ്പടിയാണ് എന്നത് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഉടമ്പടിയുടെ മധ്യസ്ഥൻ ദൈവമാണ്. വാസ്തവത്തിൽ തൃത്വബന്ധം, തൃത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്, കേൾക്കാറുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഭാര്യയും ഭർത്താവും, അവരോടൊപ്പം ദൈവവും. ദൈവത്തെ കൂടാതെ കുടുംബജീവിതം നയിച്ചാൽ അത് ശാശ്വതമായിരിക്കുകയില്ല എന്ന് നാം എപ്പോഴും ഓർക്കണം. ഈ കുഞ്ഞുണ്ണി മാഷ് ഈ വിവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്.
വിവാഹ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ അദ്ദേഹം പറയുന്നത് കാതു പാടില്ല കാന്തന്, കണ്ണു പാടില്ല ഭാര്യയ്ക്ക്, എന്നാൽ ദാമ്പത്യം കാന്തമായിടും അല്ലെങ്കിൽ കുന്തമായിടും എന്നാ പറയുന്നത്. കണ്ണുകെട്ടി പലതും കാണാതെ, ചെവി പൊത്തി പലതും കേൾക്കാതെ അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ദാമ്പത്യ ജീവിതം വിജയിക്കൂ എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട 2 പാഠഭാഗങ്ങളാണ് പ്രധാനമായും നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമ പാഠഭാഗം ഉൽപ്പത്തി പുസ്തകം 33-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളും, സുവിശേഷ പാഠഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള വാക്യങ്ങളുമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2 സംഭവങ്ങളും സമാന സ്വഭാവമുള്ള സംഭവങ്ങളാണ്. 1-ാം പാഠത്തിൽ നാം വായിച്ചു കേട്ടത് ഏശാവും യാക്കോബും തമ്മിൽ കണ്ടുമുട്ടുന്നു എന്നാണെങ്കിൽ, സുവിശേഷ പാഠഭാഗത്ത് വായിച്ചു കേട്ടത് വീട് വിട്ടിറങ്ങിപ്പോയ ധൂർത്തപുത്രൻ മടങ്ങി പിതാവുമായി ഒരുമിച്ച് കൂടുന്ന സംഭവമാണ്. പിണങ്ങി അകന്നു കഴിഞ്ഞവരുടെ സമാഗമം, അവര് വീണ്ടും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. പിണക്കത്തിന് പല കാരണങ്ങളുണ്ട്. ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും സംഭവം നാം വിശകലനം ചെയ്യുകയാണെങ്കിൽ, സൂത്രത്തിൽ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്ത യാക്കോബ്, അപ്പൻ്റെ അനുഗ്രഹങ്ങൾ അടിച്ചു മാറ്റിയ യാക്കോബ് ഉപായിയും സൂത്രക്കാരനുമായിരുന്നു എന്ന് നമുക്കറിയാം. ഒരു സ്വാർത്ഥനായിരുന്നു യാക്കോബ്. പിണക്കത്തിന് പല കാരണങ്ങൾ പറയാമെങ്കിലും ഒരുമിക്കലിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ: സ്നേഹം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത് അതിൻ്റെ 13-ാം വാക്യത്തിൽ, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ എന്ന് രേഖപ്പെടുത്തുകയാണ്. ഇവിടെ 33-ാം അധ്യായത്തിൽ കാണുന്ന യാക്കോബ് മാനസാന്തരപ്പെട്ട യാക്കോബാണ്. യാബോക്ക് കടവാണ് വാസ്തവത്തിൽ യാക്കോബിൻ്റെ മാനസാന്തരത്തിന് നിദാനമാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് മല്ലുപിടിക്കുന്ന യാബോക്ക് കടവുകൾ ഉണ്ടാകണം. യാബോക്ക് കടവിൽ വെച്ചാണ് യാക്കോബിൻ്റെ പേര് മാറുന്നത്. ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, നീ ദൈവത്തോട് മല്ലുപിടിച്ച് ജയിച്ചവനാകൊണ്ട് ഇനി നിന്റെ പേര് ഇസ്രായേൽ എന്നാണ്. ഉടമ്പടിയുടെ മകൻ എന്ന അതിൻ്റെ അർത്ഥം. ദൈവത്തോട് ഉടമ്പടി ചെയ്യുന്നതാണ് മാനസാന്തരം എന്നത് നാം എപ്പോഴും ഓർക്കണം. അതുകൊണ്ടൊരു രൂപാന്തരപ്പെട്ട അനുഭവമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഈ വേദഭാഗത്തെ ഏശാവിൻ്റെ ചോദ്യങ്ങളും യാക്കോബിൻ്റെ ഉത്തരങ്ങളും യാക്കോബിൻ്റെ രൂപാന്തരത്തെ വരച്ചു കാട്ടുന്നതാണെന്ന് വ്യക്തമാകും. ഒന്നാമത് ഏശാവ് യാക്കോബിനോട് ചോദിക്കുന്നത്, നിന്നോട് കൂടെയുള്ളവർ ആരാ? ഏശാവിന് അറിയാവുന്ന യാക്കോബിനെ മാത്രമേ ഉള്ളൂ. കൂടെയുള്ള ഈ ഭാര്യമാരെയും അതുപോലെ തന്നെ ദാസീദാസന്മാരെയും അനേകവിധമായ മൃഗസമ്പത്തും ഒന്നും ഏശാവ് കണ്ടിട്ടില്ല. ഏശാവ് യാക്കോബിനോട് ചോദിക്കുകയാണ്, നിന്നോട് കൂടെയുള്ള ഇവർ ആരാണ്? മറുപടി വളരെ ശ്രദ്ധേയമാണ്. ദൈവം അടിയന് നൽകിയ മക്കൾ എന്ന് പറയുന്നു. ദൈവം അടിയന് നൽകിയ മക്കൾ. പ്രിയമുള്ളവരെ, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അത് നാം തിരിച്ചറിയണം. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവമാണ് നമുക്ക് കുഞ്ഞുങ്ങളെ നൽകുന്നത്. ദൈവമാണ് നമുക്ക് കഴിവുകളും താലന്തുകളും തരുന്നത്. ദൈവമാണ് നമുക്ക് സമ്പത്ത് തരുന്നത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. 2, ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന് എന്ന് ചോദിക്കുകയാണ്. യാക്കോബ് ഏശാവിൻ്റെ പ്രീതി നേടുന്നതിന് അവന് സമ്മാനം കൊടുത്തയക്കുകയാണ്. ആ കൂട്ടത്തിന് മുമ്പായിട്ട് ആ ദാസന്മാരോട് പറഞ്ഞു, എൻ്റെ സഹോദരൻ ഏശാവ് നിങ്ങളോട് ചോദിച്ചാൽ ഇത് ഏശാവിനുള്ളതാണെന്ന് പറയണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ വഴിക്ക് കണ്ട ആ കൂട്ടമൊക്കെയും എന്തിന്? യജമാനന് എന്നോട് കൃപ തോന്നേണ്ടതിന്. ഒരു 5 മിനിറ്റിൻ്റെ വ്യത്യാസമേ കാണത്തുള്ളൂ ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള വ്യത്യാസം. എങ്കിലും മാനസാന്തരപ്പെട്ട യാക്കോബ് ഏശാവിനെ വിളിക്കുന്നത് യജമാനനെ എന്നാണ്. 3-ാമത്തെ ചോദ്യം, ഏശാവ് യാക്കോബിനോട്
സംസാരിക്കുമ്പോൾ യാക്കോബിനെ സംബോധന ചെയ്യുന്നത് സഹോദര എന്നാണ്. സഹോദര എന്ന്. അതിന് യാക്കോബ് മറുപടി പറയുന്നത്, ദൈവത്തിൻ്റെ മുഖം കാണുന്നത് പോലെ ഞാൻ നിന്റെ മുഖം കാണുകയും നിനക്കെന്നോട് ദയ തോന്നുകയും ചെയ്തുവല്ലോ എന്ന് പറയുകയാണ്. ഇതെല്ലാം വരച്ചു കാട്ടുന്നത് പരസ്പര ബന്ധങ്ങളാണ്, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ. നമ്മളൊന്ന് വിശകലനം ചെയ്യണം. ക്രൈസ്തവ കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിൽ പിണങ്ങിക്കഴിയുന്ന എത്ര വീടുകളുണ്ട്. മനസ്സമാധാനത്തോടെ സഹോദരങ്ങൾ ഒരുമിച്ച് കഴിയുന്ന വീടുകൾ വളരെ വിരളമാണെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വെട്ടിപ്പിടിച്ചവൻ ഇവിടെ വിട്ടുകൊടുക്കുകയാണ്. അതാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട മനംമാറ്റം. വെട്ടിപ്പിടിക്കലല്ല, സ്വാർത്ഥതയല്ല, വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളപ്പോഴാണ് അവിടെ സമാധാനം പുലരുന്നത് എന്ന് നാം ഓർക്കണം. സ്വന്തം സഹോദരങ്ങളോട്, മക്കളോട്, മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്നവർക്ക് ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. സ്വന്തം കൈയുണ്ടെങ്കിലേ തലക്കീഴിൽ വെക്കാൻ പറ്റൂ എന്ന് തിരിച്ചറിയണം. യാക്കോബിനെ പോലെ മാനസാന്തരപ്പെടണം, ദൈവസ്നേഹത്താൽ നിറയപ്പെടണം. അപ്പോൾ നമ്മുടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ധന്യമാകും. രണ്ടാമത്തെ കഥ നമുക്ക് വളരെ സുപരിചിതമാണ്. മുടിയംപുത്രൻ, ധൂർത്തപുത്രൻ, കാണാതെ പോയ മകൻ എന്നിങ്ങനെ പല പേരുകളിൽ നാം ഈ ഉപമ അറിയപ്പെടും. ഇവിടെ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമായി തീർന്നത് സുബോധം നഷ്ടപ്പെട്ടതാണ്. ഇളയ മകന്റെ സുബോധം നഷ്ടപ്പെട്ടു. അപ്പൻ ജീവിച്ചിരിപ്പുണ്ട്, നല്ല ആരോഗ്യമുണ്ട്. ഇളയ മകനാണ്, അവൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം ആ വീടിൻ്റെ ഒരു അവസ്ഥ. അവൻ അപ്പനോട് ചോദിക്കുകയാണ്, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരേണം. അപ്പൻ പറഞ്ഞില്ല, നീ പ്രായമാകട്ടെ, നിനക്കിതൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ബോധമുണ്ടാവട്ടെ എന്നൊന്നും പറഞ്ഞില്ല. അപ്പൻ അവൻ്റെ ആഗ്രഹം പോലെ സാധിച്ചു കൊടുക്കുകയാണ്. ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് സകലതും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയാകുന്ന മകനെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ തകരുന്നത്? എന്തുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ തകരുന്നത്? ഞാനൊരു 4 കാരണങ്ങൾ എഴുതിയിട്ടുണ്ട്. 4 അല്ല, ഒരുപാട് കാരണങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇന്നത്തെ കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള പ്രധാനപ്പെട്ട കാരണം മദ്യപാനവും ലഹരി ഉപയോഗവുമാണ്. അടുത്ത സമയത്ത് ഒരു പെൺകുട്ടി പറഞ്ഞത്, ഒരു സുബോധവുമില്ലാത്ത മനുഷ്യന്റെ കൂടെ താമസിക്കാൻ പറ്റത്തില്ല എന്നാണ്. ഇന്ന് ലഹരിയുടെ ഉപയോഗം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോകട്ടെ, ഒരു മാമോദീസ നമ്മൾ നടത്തിയാൽ, ഒരു വിവാഹത്തിൻ്റെ ചടങ്ങ് നമ്മൾ നടത്തിയാൽ, ഒരു മരിച്ചടക്ക പരിപാടി നടത്തിയാൽ, ഇവിടെയൊക്കെ ഇന്ന് മദ്യം വിളമ്പുന്നുണ്ട്, ലഹരി ഉപയോഗമുണ്ട് എന്നതിന് സംശയമൊന്നുമില്ല. ഞാനൊരു കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിന് പോയത് ഞാൻ ഓർക്കുന്നു, ഇവിടെയല്ല കേട്ടോ. അന്ന് NSSൻ്റെ ജനറൽ സെക്രട്ടറി നാരായണപ്പണിക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടിനും ആദ്യം ഭക്ഷണമൊക്കെ തന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛാ, നിങ്ങളുടെ രീതി ഇങ്ങനെയാണോ? എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതാണല്ലോ ക്രിസ്ത്യാനികളുടെ രീതി. അപ്പം ഞാൻ പറഞ്ഞു, നമ്മളെ വിട്ടിട്ട് അവർക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാനാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സുബോധം നഷ്ടപ്പെട്ട ഒരു അനുഭവം ക്രൈസ്തവരുടെ ജീവിതത്തിലേത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്നേ ഉള്ളൂ. രണ്ടാമത്തേത് അവിശ്വസ്തതയാണ്. ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്ന ഭർത്താവ്, ഭർത്താവിനോട് അവിശ്വസ്തത കാണിക്കുന്ന ഭാര്യ. ധാർമ്മിക മൂല്യങ്ങൾ ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ചില കോളേജ് ക്യാമ്പസിൽ നമുക്ക് ചെല്ലാൻ പറ്റുമോ? ചില പിക്നിക് സ്പോട്ടുകളിൽ നമുക്ക് കുടുംബസമേതം പോകാൻ പറ്റുമോ കുഞ്ഞുങ്ങളെയും കൊണ്ട്? നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മൂന്നാമത്തേത് ധൂർത്ത്, ആഡംബരം.
എത്രമാത്രം ആഡംബരത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു നല്ല കാര്യത്തിന് നമ്മൾ ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ പ്രയാസമാണ്. പക്ഷേ ആഡംബരത്തിന് യാതൊരു കുറവും നമ്മൾ വരുത്താറില്ല. ആഡംബരം നമ്മെ നശിപ്പിക്കുക തന്നെ ചെയ്യും. ഞാനും നിങ്ങളും അത് ചിന്തിക്കേണ്ടതാണ്. മറ്റൊന്ന് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഇപ്പം വൈകിട്ട് നമ്മൾ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ സെൽഫോണും കൊണ്ട് ഓരോ സ്ഥാനങ്ങളിൽ കയറിപ്പറ്റും. എവിടെ ഇന്ന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കേണ്ടുന്ന സന്ദർഭത്തിൽ ഭർത്താവ് അവൻ്റെ മൊബൈലിലായിരിക്കും, ഭാര്യ അവളുടെ മൊബൈലിലായിരിക്കും, കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവരവരുടെ മൊബൈലിലായിരിക്കും. നമ്മൾ ചിന്തിക്കണം, പിന്നിലേക്കിറങ്ങി ചിന്തിക്കണം. അങ്ങനെ പോയാൽ കുടുംബജീവിതം നന്നാവില്ല. ശരിക്കും ആശയ സംവേദനം നടക്കണം നമ്മുടെ ഭവനങ്ങളിൽ. പരസ്പരം മനസ്സിലാക്കാൻ കഴിയണം. ഭാര്യയെ മനസ്സിലാക്കാൻ ഭർത്താവിന് കഴിയാതെ പോകുന്നു, ഭർത്താവിനെ മനസ്സിലാക്കാൻ ഭാര്യയ്ക്ക് കഴിയാതെ പോകുന്നു, കുഞ്ഞുങ്ങളെ മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാതെ പോകുന്നു. ഇതൊക്കെയാണ് കുടുംബ തകർച്ചയ്ക്ക് കാരണം എന്നതിന് സംശയമൊന്നുമില്ല. നമുക്കറിയാമല്ലോ, ഈ അടുത്ത സമയത്ത് പത്രങ്ങളിൽ വന്ന വാർത്തകൾ നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് പലതും. ഈ അടുത്ത സമയത്ത് ഒരു ഭാര്യയെ ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ബാഗിലാക്കിയ ഭർത്താവിനെ കുറിച്ച് നമ്മൾ വായിച്ചു. മദ്യലഹരിയിൽ വണ്ടി ഓടിച്ച് ആളുകളുടെ പുറത്ത് കൊണ്ട് കയറ്റിയത് നമ്മൾ വായിച്ചു. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ഉണർന്ന് പ്രാർത്ഥിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? സുബോധമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ദുർനടപ്പുകാരനായി ജീവിച്ചു, അപ്പൻ്റെ വസ്തു നാനാവിധമാക്കി കളഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദുർനടപ്പുകാരനായി ജീവിച്ചാൽ വസ്തു സമ്പത്ത് നാനാവിധമാകും. സദൃശ്യവാക്യങ്ങളെ നാം വായിക്കുമ്പോൾ അവിടെ ജ്ഞാനിയിൽ ജ്ഞാനിയായ ശലോമോൻ രേഖപ്പെടുത്തുകയാണ്, വേശ്യാസ്ത്രീ നിമിത്തം പെറുക്കി തിന്നേണ്ടി വരും എന്ന്, നീ ദാരിദ്ര്യത്തിലേക്ക് പോകും എന്ന് രേഖപ്പെടുത്തുകയാണ്. ദരിദ്രനാകും. അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. യഹൂദന് നിഷിദ്ധമായിട്ടുള്ള പന്നിയെ മേയ്ക്കുവാനായിട്ട് അവനെ അയച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. 50-ാം സങ്കീർത്തനമാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത്. 50-ാം സങ്കീർത്തനം 22-ാമത്തെ വാക്യം, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, ഇല്ലെങ്കിൽ അവൻ നിങ്ങളെ കീറിക്കളയുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് സുബോധം വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു എന്നുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവന് സുബോധം വന്നപ്പോൾ ഹി റിമെമ്പേഴ്സ് ഹിസ് ഫാദർ, ഹിസ് ഹൗസ്. അവൻ്റെ വീടിനെ കുറിച്ച് ഓർത്തു, അവൻ്റെ പിതാവിനെ കുറിച്ച് ഓർത്തു. പിതാവിൽ നിന്ന് അകലുന്നതാണ് പാപം, ദൈവത്തിൽ നിന്ന് അകലുന്നതാണ് പാപം എന്നത് നാം ഒരിക്കലും മറക്കരുത്. താൻ എന്തായിരുന്നുവെന്നും ഇപ്പോൾ താൻ എന്താകുന്നുവെന്നും അവന് ബോധ്യപ്പെട്ടു. ഒരു ശരിയായ തിരിച്ചറിവ്, എൻ്റെ അവസ്ഥ എന്താണ്, ഞാൻ എവിടെയാണ്, ഞാൻ എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അതുകൊണ്ട് അവൻ തീരുമാനിച്ചു, ഹി ഡിസൈഡഡ് ടു ഗോ ബാക്ക് ടു ഹിസ് ഹൗസ്. അവൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് അവന് ആഗ്രഹിച്ചു. ദൈവത്തിൽ നിന്ന് അകലുന്നവൻ പരാജയപ്പെടും. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് വിജയം പ്രാപിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് റിട്ടേൺ ടു ഗോഡ്, ദൈവത്തിലേക്ക് മടങ്ങി വരിക. ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ, ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ, പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് മടങ്ങി വരുവാൻ, വീട്ടിലേക്ക് മടങ്ങി വരുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത് എന്നതിന് സംശയമൊന്നുമില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച മധ്യകേരള മഹായിടവക സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഭാഗമായി ഒരു ക്രിസ്മസ് സന്ദേശയാത്രയും മദ്യവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയും പത്തനംതിട്ട ഏരിയയിൽ 5 സ്ഥലത്ത് നടത്തപ്പെട്ടു. ആദ്യമായി നടത്തിയത് തെക്കേമലയിലാണ്. ജേക്കബ് ദാനിയേലച്ചൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്കൂട്ടറിൽ വന്ന് നിർത്തി ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, എനിക്ക് തോന്നുന്നൊരു 10-40 വയസ്സ് കാണും, സ്കൂട്ടർ വെച്ചിട്ട് നേരെ അച്ഛൻ്റെ അടുക്കലേക്ക് കയറി വന്നു. ഞങ്ങൾ തെല്ലൊന്ന് അന്താളിച്ചു. അവൻ അച്ഛനെ പിടിച്ചു നിർത്തിയിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ,
ഞാൻ മദ്യപാനിയായി തീർന്നത് എൻ്റെ കുറ്റം കൊണ്ടല്ല, എൻ്റെ വീടിൻ്റെ കുറ്റം കൊണ്ടാണ്. അത് അച്ഛൻ ഈ മൈക്കിൽ കൂടെ ഒന്ന് വിളിച്ചു പറയണം എന്ന് പറഞ്ഞത് ഞാൻ ഈ സമയം ഓർക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ നന്നായെങ്കിലേ വ്യക്തിപരമായി ഞാനും നിങ്ങളും നന്നാവുകയുള്ളൂ എന്നത് ഓർക്കണം. അതുകൊണ്ട് റിട്ടേൺ ടു ഗോഡ്, ദൈവത്തിലേക്ക് മടങ്ങി വരിക, ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അവന് തീരുമാനിക്കുകയാണ്. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. അവൻ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയല്ല, അവൻ അപ്പൻ്റെ അടുക്കലേക്ക് പോയി എന്ന് നാം വായിക്കുകയാണ്. മൂന്നാമതായിട്ട് ഈ ഭാഗത്ത് നാം ചിന്തിക്കുമ്പോൾ അവിടെ ഈ മകനെ ദൂരത്ത് വെച്ച് തന്നെ കണ്ട് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു പിതാവിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വർഗീയ പിതാവ് ധാരാളം ക്ഷമിക്കുന്ന പിതാവാണ്, ധാരാളം സ്നേഹിക്കുന്ന പിതാവാണ്, ധാരാളം അന്വേഷിക്കുന്ന ഒരു പിതാവാണ് എന്നത് നാം എപ്പോഴും ഓർക്കണം. നമ്മെ അന്വേഷിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് ക്ഷമിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തിന് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യാം. നാലാമതായിട്ട്, ഹീസ് ഓണേർഡ്, അവൻ ബഹുമാനിക്കപ്പെട്ടു. ദാസന്മാരെ വിളിച്ചു, അവൻ്റെ കൈക്ക് മോതിരമിടാൻ പറഞ്ഞു, കാലിന് ചെരുപ്പ് കൊടുക്കാൻ പറഞ്ഞു. കാളക്കുട്ടിയെ അറുത്ത് തിന്നുന്ന അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ഒരു പിതാവിനെയും കുടുംബത്തെയും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കുടുംബ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശിക്കുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ അപ്പൻ പറയുന്നത്, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറയുകയാണ്. ഈ ഒരു സന്തോഷമാണ് ഇന്നത്തെ ക്രൈസ്തവ കുടുംബങ്ങളിൽ ഉണ്ടാവേണ്ടത്. ഇതിനോട് ഔട്ട് ഓഫ് ദ വേ ആണെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുടുംബ ജീവിതത്തിൽ മാതാപിതാക്കൾ ഇടപെടരുത്. ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കാം. പല കുടുംബ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തു എന്നുള്ളതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. മാതാപിതാക്കൾ ദയവായി കുഞ്ഞുങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഇടപെടരുത്. ഞാനും നിങ്ങളും ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യമല്ല ഇന്നത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജനിച്ചു വളർത്തപ്പെട്ട സാഹചര്യം. ഒരു സ്ലേറ്റ് പെൻസിൽ മൂന്നായിട്ടൊടിച്ച് ഒരു ഭാഗം മാത്രമാണ് എനിക്ക് സ്കൂളിൽ കൊണ്ടുപോകുവാൻ തന്നത്. കല്ല് പെൻസിലിൻ്റെ വില നമുക്കറിയാം. ആ പെൻസിൽ തീർന്നു, അതിൻ്റെ അറ്റം കൊണ്ട് കാണിക്കുമ്പോഴേ അടുത്ത മുറി തരുത്തുള്ളൂ. ഒരിക്കൽ ഞാൻ ക്ലാസ്സിൽ വെച്ചിരുന്ന സ്ലേറ്റ് ചവിട്ടി പൊട്ടിച്ചു ഒരു കൂട്ടുകാരൻ, മനഃപൂർവ്വമല്ല, നടന്ന കൂട്ടത്തിൽ. താഴെയാണല്ലോ സ്ലേറ്റും പെൻസിലും, ആകെ ഒരു ബെഞ്ചേ ഉള്ളൂ, താഴെ ആ പുസ്തകവും സ്ലേറ്റും ഒക്കെ വെക്കുന്നത്. പിള്ളേർ നടന്ന കൂട്ടത്തിൽ അത് പൊട്ടിപ്പോയി. എനിക്ക് അടി കിട്ടിയത് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. ഒരു സ്ലേറ്റ് വാങ്ങിക്കാൻ നമ്മുടെ മാതാപിതാക്കൾ പാടുപെട്ടിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അങ്ങനെ വളർത്തപ്പെട്ട ഞാനും നിങ്ങളും ചിന്തിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെയാണോ വളർത്തിയത്? അല്ലലൊന്നും അറിയാതെ, നമുക്കില്ലെങ്കിലും അവർക്ക് കൊടുത്ത്, നമുക്ക് പ്രയാസമുണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും മുണ്ട് മുറുക്കി ഉടുത്ത് അവരെ നമ്മൾ കരുതി സ്നേഹിച്ചു. ആ രീതിയിലാണ് അവരിന്നും ചിന്തിക്കുന്നത്. അവരുടെ ഇന്നത്തെ ജീവിത സാഹചര്യമേ അല്ലായിരുന്നു എൻ്റെയും നിങ്ങളുടെയും ജീവിത സാഹചര്യം. അതുകൊണ്ട് അവരെ അവരുടെ വഴിക്ക് വിടണം. അവർ ചിന്തിക്കട്ടെ, അവർ പ്ലാൻ ചെയ്യട്ടെ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ജീവിക്കട്ടെ. അല്ലാതെ അതിൽ കയറി ഇടപെട്ടാൽ ആ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതം തകരും എന്നത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ അവർ പ്രായമുള്ളവരാണ്, 10-30 വയസ്സ് പ്രായമുള്ളവരാണ്. അവർക്കറിയാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത്. അവർ ജീവിക്കും. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് പോലെ അവർ ജീവിക്കണം എന്ന് ശഠിക്കരുത്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ അവരെ ഉപദേശിക്കണം. അതിന് നമ്മൾ മാർഗം തെളിച്ചു കൊടുക്കണം. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞാൽ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, നമ്മൾ എങ്ങനെ ജീവിച്ചോ അതുപോലെ നമ്മുടെ മക്കൾ ജീവിക്കത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥനയും ദൈവഭക്തിയും ഉള്ളവരായിരുന്നുവോ, നമ്മുടെ കുഞ്ഞുങ്ങളും അവർ വിവാഹമൊക്കെ കഴിച്ചൊരു കുടുംബമാകുമ്പോൾ അതുപോലെ തന്നെ ജീവിക്കും. നിങ്ങൾ ആരും ഖേദിക്കുകയോ അല്ലെങ്കിൽ ഭാരപ്പെടുകയോ, അയ്യോ ഇവൻ ഇതെല്ലാം നോക്കുമോ, ഇതൊക്കെ കൊണ്ടു നടക്കുമോ,
നമ്മൾ അതിൻ്റെ പുറകെ പോകണ്ട, അവർ തന്നെ ചെയ്തോളും, അവർക്കറിയാം. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വിവാഹ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ നമ്മൾ കൈകടത്താതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മാറിയിരിക്കുകയായിരിക്കും ഏറ്റവും കരണീയമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമ്മെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രാർത്ഥനയിലാണ് ഞാൻ ഈ പ്രസംഗം ആരംഭിച്ചത്, പ്രാർത്ഥനയിൽ തന്നെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് തിരക്കിനിടയിൽ പലരും വേണ്ടെന്ന് വയ്ക്കുന്ന ഒരു സംഗതിയാണ് കുടുംബ പ്രാർത്ഥന. നമ്മുടെ ഭവനത്തിന് വിള്ളലുകൾ സംഭവിക്കാതിരിക്കണമെങ്കിൽ, പൈശാചിക ശക്തിക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത ബലവത്തായ കോട്ടയുണ്ടാകണമെങ്കിൽ, കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്നത് നാം ഓർക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് ഒരുമിച്ച് വസിക്കുന്നത്. കുടുംബജീവിതമാകുന്ന വഞ്ചി കാറും കോളും തിരമാലകളും നിറഞ്ഞ കടലിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പ്രശാന്തമായ അന്തരീക്ഷം എപ്പോഴും ഉണ്ടാകണമെന്നില്ല. ജീവിതസാഗരത്തിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ വഞ്ചി ഉലയാതെ മറിയാതെ ഒരേ താളത്തിലും വേഗത്തിലും തുഴയാൻ നമ്മെക്കൊണ്ട് ഒറ്റയ്ക്കാവില്ല. ഭഗ്നാശയരാകാതെ ഓർമ്മിക്കുക, ജീവിത വഞ്ചി തുഴയുന്നത് ഞാനും നിങ്ങളുമാണെങ്കിലും നമ്മോടുകൂടെ കരുത്തനായ ഒരു കർത്താവുണ്ട്. ഏത് പ്രയാസത്തിൻ്റെ മധ്യത്തിലും ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ നമ്മുടെ ജീവിത വഞ്ചിയിലുണ്ടെങ്കിൽ അത് താഴാതെ വീഴാതെ എത്തേണ്ട സ്ഥാനത്ത് കർത്താവ് നമ്മെ കൊണ്ട് എത്തിക്കുമെന്നതിന് സംശയമൊന്നുമില്ല. അതുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ കുടുംബജീവിതം നയിക്കുവാനായിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഏതെങ്കിലും വിധത്തിൽ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെന്ന് തോന്നിയാൽ നമുക്കൊരു മടങ്ങിപ്പോക്ക്, ദൈവത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ് വളരെയധികം അനിവാര്യമാണ്. ഭാരതമേറെ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു പൈലറ്റ് ആകണമെന്നുള്ളതായിരുന്നു ചെറുപ്പകാലത്തെ ഏറ്റവും വലിയ ആഗ്രഹം. ഡെറാഡൂണിൽ ഫ്ലൈയിങ് ക്ലബിൽ ചേർന്ന് പഠിക്കുവാനായിട്ട് അദ്ദേഹം താല്പര്യപ്പെട്ടു. തനിക്ക് പഠനത്തിനുള്ള പണം അദ്ദേഹം തന്നെ ജോലി ചെയ്തുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം ഫ്ലൈയിങ് ക്ലബിൽ ചേരുവാനായിട്ട് ഡെറാഡൂണിൽ പോയി. അദ്ദേഹം അതിൻ്റെ ടെസ്റ്റൊക്കെ 1ാം ക്ലാസ്സിൽ പാസ്സായി. പക്ഷേ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ പേഴ്സണാലിറ്റി ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനേറ്റ ഒരു വലിയ ആഘാതമായിരുന്നു. മടങ്ങി വരുന്ന വഴിയിൽ തൻ്റെ മനോവ്യസനവും തൻ്റെ ഭാരങ്ങളും തൻ്റെ ആഗ്രഹങ്ങളുമൊക്കെ ഋഷികേശിലെ സ്വാമി ശിവാനന്ദയുമായി അദ്ദേഹം പങ്കുവച്ചു. APJ അബ്ദുൽ കലാമിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹൃദയഭാരം മുഴുവനും കേട്ട സ്വാമിജി കുറേ സമയം കഴിഞ്ഞ് അദ്ദേഹത്തോട് പറഞ്ഞു, ഫോർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് ടേക്ക് എ ന്യൂ റൂട്ട്. നമ്മുടെ കുടുംബജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞതെല്ലാം മറക്കുക. ഭാര്യയും ഭർത്താവും മക്കളും കഴിഞ്ഞതൊക്കെ മറക്കുക. ഒരു പുതിയ വഴി വെട്ടിത്തുറക്കുക. അപ്പോൾ നമ്മുടെ കുടുംബജീവിതം ധന്യമാകും, അനുഗ്രഹമാകും. ധന്യമായ കുടുംബജീവിതം നയിപ്പാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നമുക്കെല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.